ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഗായ്സ്, ഞാനിവിടെ റാഗി പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി ഞാൻ 2 കപ്പ് റാഗി പൊടി എടുക്കാൻ പോവുകയാണ്. ഇവിടെ ഞാൻ 2 കപ്പ് റാഗി പൊടിക്ക് ഒരു 1/2 കപ്പ് ചോറ് എടുക്കുന്നുണ്ട്. കുറച്ച് റാഗിപ്പൊടിയും ചോറും കൂടി ഞാനൊന്ന് മിക്സിക്കകത്തൊന്ന് അരിച്ചിട്ട് വരുവാണേ. ഞാനങ്ങനെ ചോറ് അരച്ച് ഇതിനകത്ത് മിക്സ് ചെയ്ത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരി കുതിർത്ത് ഞാനിവിടെ ചോറ് അരച്ച് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് റാഗി പൊടിക്കകത്ത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് റാഗി നമുക്കൊന്ന് കുതിർത്ത് വെക്കാം. ഞാനിതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങളതെല്ലാം നോക്കി ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ റാഗി പുട്ടിനുള്ള പൊടി കുതിർത്ത് വെച്ചേ, പക്ഷേ ഇവിടെ ഇങ്ങനെ കട്ട പോലുണ്ട്. ഇനി ഞാൻ ഇതെന്ത് ചെയ്യും, മിക്സിക്കകത്ത് ഒരു കറക്ക് ഇറക്കിയിട്ട് വരാമേ. ഒരു ചുറ്റൽ മതി. നോക്കൂ, ആ കട്ടയായിട്ടിരുന്ന് ഞാൻ മിക്സിക്കകത്ത് ഒരു ചുറ്റിയേ. ഇപ്പം നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിവിടെ തേങ്ങ തിരുമിയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ തേങ്ങ തിരുമുമ്പോൾ നീറ്റായിട്ട് തിരുമണം. ഫസ്റ്റ് ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഇവിടെ നിന്ന് തുടങ്ങി പിന്നെ ഇങ്ങനെ പുറകോട്ട് പോകണം. ഞാൻ കുക്കർ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ പുട്ടുണ്ടാക്കുന്ന കുറ്റി. ഫസ്റ്റ് ഇതാണ് ചില്ല്. ഫസ്റ്റ് നമ്മൾ ചില്ല് അതിനകത്തോട്ട് ഇടണം. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പ്രാവശ്യം ചില്ലിടാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് തേങ്ങാപ്പീര ഇടണം. തേങ്ങാപ്പീര ഇട്ട് കഴിഞ്ഞ് നമ്മൾ കുതിർത്ത് വെച്ച റാഗിപ്പൊടി ഇടുവാണേ. ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കണേ. റാഗി ഒത്തിരി നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. ഒത്തിരി ഫൈബറൊക്കെ ഉണ്ട്. ഷുഗർ പേഷ്യൻറ്റിനൊക്കെ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ റാഗി പുട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കണം. റാഗി പുട്ട്, റാഗി ദോശ വളരെ നല്ലതാണ്. ഇനി ഞാൻ ലാസ്റ്റ് കുറച്ചുകൂടെ തേങ്ങാപ്പീര ഇടുവാണേ. ഇനി ഞാനിതൊന്ന് അടയ്ക്കുക. അങ്ങനെ ഞാൻ കുക്കറിൻ്റെ മുകളിലോട്ട് ഫിക്സ് ചെയ്ത് വെച്ചേ. ഇവിടെ നല്ലപോലെ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ നല്ലപോലെ വേഗട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് എടുക്കാൻ മതി. എന്നാലും 15 to 20 മിനിറ്റ്സ് വെക്കണം. ഇത് വേഗം വെക്കണം, എന്നാലേ നല്ലപോലെ വേഗത്തുള്ളൂ. അങ്ങനെ നമ്മുടെ റാഗിപ്പുട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് എടുക്കുവാണേ. അങ്ങനെ നമ്മുടെ റാഗി പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ റാഗി പുട്ട് കഴിച്ച് വെച്ച് പറയാം എങ്ങനെ ഉണ്ടെന്ന്. അതിനകത്ത് ഞാൻ ഇച്ചിരിയും നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, ഇച്ചിരി ഷുഗർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കടലക്കറിയോ ചിക്കൻ കറിയുടെ കൂടോ മട്ടൻ കറിയുടെ കൂടോ ഒക്കെ കഴിക്കാമേ. ബട്ട് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ കഴിക്കുന്നത്. ഞാൻ പറയാം എങ്ങനെയുണ്ട്, നെയ്യും പഞ്ചസാരയും ഉള്ള കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് പറയാം. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നിങ്ങൾ ഇന്ന് തന്നെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. റാഗിപ്പുട്ട് നല്ല സോഫ്റ്റായിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിനകത്ത് ഞാൻ ചോറ് ഇച്ചിരി ചേർത്ത് കാണിച്ചില്ലേ, അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടുണ്ട്. എൻ്റെ ആൻറ്റി പറഞ്ഞു തന്നത് ചോറ് ചേർക്കുന്ന കാര്യം സൂപ്പറായിട്ടുണ്ട്. Thanks for watching my video. Please like, share and subscribe my channel. Thank you.